നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അശോക ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ്. തുറവൂര് മുതൽ അരൂര് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ തുറവൂര് എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് വന്ന് നേരെ ഇനി എറണാകുളം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത പണി നമ്മൾ തുറവൂര് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം എത്തുന്നതിന് മുമ്പോട്ടുള്ള സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ നമുക്ക് വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വരാൻ പോകുന്ന ക്രിസ്തുമസ് ആശംസകൾ, വരാൻ പോകുന്ന ന്യൂ ഇയർ ആശംസകൾ. അശോക ബിൽക്കോണിൻ്റെ പണി കുറെ കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡ്രോൺ വീഡിയോ ഇനി തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് ഭയങ്കര പണിയാണ്. അവന് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ആയിട്ട് വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ വന്ന ഉടനെ തന്നെ ഒരു പ്ലാനുണ്ട്. പക്ഷെ രണ്ടും കൽപ്പിച്ച് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിശ്വസമുദ്ര നമ്മുടെ പുറക്കാട്, ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ തോട്ടപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുറക്കാട് ഭാഗത്തുനിന്ന് അങ്ങോട്ട് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ നിലവിലെ കാഴ്ചകൾ. തുറവൂര് അരൂര് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാണുന്ന രീതിയിലാണ്. കുറച്ചൊക്കെ താണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തിനേക്കായി കുറച്ച് ഹൈറ്റിലായിട്ടാണ് നമുക്കിപ്പോൾ ഇടത് ഭാഗത്തായിട്ടുള്ള ആ ഒരു ഡ്രൈനേജിൻ്റെ പണി അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിപ്പം അവർ തറയോടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ബാരിക്കേഡൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ കുറേ നാളിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. കുറേയൊക്കെ ഇവിടെ തൂണുകളിലൊക്കെ നീല പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തായിട്ടൊരു ആഷ് കളറിലുള്ള ഒരു പെയിന്റുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഇപ്പം നിലവിലിപ്പം തൂണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം അവിടെ ആ ഒരു പിയറിൻ്റെയൊക്കെ നമ്പർ അവർ ചോക്കിന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ തുറവൂര് കഴിഞ്ഞിട്ട് നേരെ NCC ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ കലവറ ഫാമിലി റെസ്റ്റോറൻറ്റ് ബാർ ആ ഒരു ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പം ഞാൻ കുറച്ച് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു പേര് ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാറിനകത്ത് എഴുതി ഒട്ടിച്ചിട്ട് അത് നോക്കിയാണ് ഇപ്പം സ്ഥലപ്പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും സ്ഥലപ്പേര് മാറി എങ്ങാനും പോവുകയാണെങ്കിൽ കമൻറ്റിൽ വന്ന് നിങ്ങൾ വഴക്കൊന്നും പറയരുത്. നമ്മൾ സത്യത്തിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ നമ്മൾ ഇതുവഴി പോകുമ്പം എന്തെങ്കിലും ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ റോഡിലോട്ട് വരുമ്പോൾ ഏത് സ്ഥലത്ത് എത്തിയെന്നുള്ളൊരു കൺഫ്യൂഷനുള്ള ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പണികൾ ചില്ലറ പണികളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അവരുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പം മുകൾ ഭാഗത്തെ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഡ്രോൺ വീഡിയോയിൽ നമുക്ക് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും പ്ലാൻ ഉണ്ട്. അരൂര് മുതൽ അല്ലെങ്കിൽ തുറവൂര് മുതലായിരിക്കും നമ്മൾ അരൂര് വരെയുള്ള വീഡിയോ എടുക്കുന്നത്. അല്ല, അരൂര് മുതൽ തുറവൂര് വരെയുള്ള വീഡിയോ ആണ് എടുക്കാൻ പ്ലാൻ ഇട്ടത്. അതിപ്പം തുറവൂര് മുതൽ അരൂര് വരെ ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ് മേരീസ് ചർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചന്ദ്രൂര് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഒരു പിള്ളമുക്ക് വരെ, എനിക്ക് തോന്നുന്നത് പിള്ളമുക്ക് വരെയാണെന്ന് തോന്നുന്നു. അവിടെ വരെ ഒരു 1.5-2 കിലോമീറ്ററോളം നമ്മൾക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോൺ വീഡിയോ എടുത്ത് വരുമ്പോൾ നമ്മൾ അത്രയും അവിടുന്ന് അങ്ങോട്ട് ആ ഒരു വശം കയറി വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, അതായത് തുറവൂരിൽ നിന്ന് അരൂര് ഡ്രോൺ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ റോഡ് വഴി തന്നെയാണ് ഒരു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണൊരു പ്രശ്നം. നമുക്കിപ്പം ക്രിസ്മസിൻ്റെ തലേന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. 24/12/2025 ബുധനാഴ്ച 12. ഇപ്പം സമയം 39 ആയിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്. ചെറുതായിട്ട് അണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് നേരെ പോകാം. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. അടുത്ത സൈഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ പെയിന്റ് അടിക്കാനുണ്ട്. നിലവിൽ തൂണുകളുടെ എല്ലാം പെയിന്റ് അടിക്കാനുണ്ട്. നമ്മളിപ്പം
304-ാമത്തെ 305-ാമത്തെയൊക്കെ നമ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ. അവിടുന്ന് അരൂരിൽ നിന്ന് ഇങ്ങനെ 1, 2 എണ്ണി ഇവിടെ ഇപ്പം 304-ാമത്തെ തൂണാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പാട്ടുകുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് കുറച്ചും കൂടെ ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ടൊരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിൽ എൻട്രി പോയിന്റ് ഈ പറഞ്ഞ 2 എൻഡിലേ ഉള്ളൂ. തുറവൂരും അരൂരും ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും എക്സിറ്റ് പോയിന്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എക്സിറ്റ് പോയിന്റ്. തുറവൂർ ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുള്ള റോഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു എക്സിറ്റ് പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരെ അങ്ങ് ചേർത്തലയിലോട്ടുള്ള വഴിയിൽ പോവും. പിന്നെ നമ്മൾ പത്മാക്ഷിക്കവല എത്തുന്ന ഭാഗത്ത് പോയി പത്മാക്ഷിക്കവലയിൽ നിന്ന് പിന്നെ നമ്മൾ യൂട്ടേൺ എടുത്ത് തിരിച്ചു വരേണ്ടി വരും. പത്മാക്ഷിക്കവല അണ്ടർപാസിന്റെ അടിയിൽ കൂടി വരേണ്ടി വരും. പാട്ടുകുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പാട്ടുകുളങ്ങര കഴിഞ്ഞാൽ പിന്നെ കുത്തിയത്തോടാണ്. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പേ ഇതുവഴി ഒന്ന് പോയായിരുന്നു കേട്ടോ. ഒരു സന്ധ്യ സമയത്തൊക്കെ ആയിരുന്നു തോന്നുന്നു. ആ സമയത്ത് ഈ കുത്തിയത്തോട് ഭാഗത്ത് ഇടത്തെ സൈഡിൽ കൂടെയുള്ള താഴ്ചയിൽ കൂടിയായിരുന്നു, പഴയൊരു പാലത്തിൻ്റെ മുകളിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം തോന്നുന്നു ഇവിടെ പോലീസുകാരൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നിപ്പുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല, നോക്കാം. പാട്ടുകുളങ്ങര സ്ഥലം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുക. ഇവിടെ വലതുഭാഗത്തായിട്ടാണ് ആ ഒരു എക്സിറ്റ് പോയിന്റ്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ വലത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇരുമ്പിൻ്റെ ബീം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ബീമൊക്കെ അഴിച്ചു മാറ്റാനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും എടുത്ത് മാറ്റി തുടങ്ങിയിട്ടില്ല. സമയം 12:44. നാളെ അവധി ദിവസമായതുകൊണ്ട് എല്ലാവരും കറങ്ങാൻ ഇറങ്ങുന്നതായിരിക്കും. എനിക്ക് തോന്നിക്കുന്ന കുത്തിയത്തോട് ഭാഗത്ത് താഴ്ച കൂടെ ഇറക്കി വിടുന്ന കാരണം കൊണ്ടായിരിക്കണം ഇത്രയും ബ്ലോക്ക് വരുന്നതെന്നാണ് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഇരുമ്പിൻ്റെ ബീം ഇതുവരെയായിട്ടും എടുത്ത് മാറ്റിയിട്ടില്ല. അതിൻ്റെ എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞ് കാണത്തില്ല. ആ ഒരു കാരണം കൊണ്ടായിരിക്കും എടുത്തു മാറ്റാത്തത്. നമുക്ക് നിർബന്ധമില്ല, പെതുക്കെ എടുത്ത് മാറ്റിയാൽ മതി. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് അവരുടെ ഒരു ഇരുമ്പിൻ്റെ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലോട്ട് എത്തിയതേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. കോൺക്രീറ്റ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗർഡറുകൾ വെച്ചതേ ഉള്ളൂ. നമ്മൾ കുത്തിയത്തോട് ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുത്തിയത്തോട് ഭാഗം എത്തിയിട്ടില്ല. കുത്തിയത്തോട് ഒരു പാലമുണ്ട്. ഇവിടെയൊക്കെ ഗർഡറുകൾ വെച്ചതേ ഉള്ളൂ. ഇനി 2 ഗർഡറൊക്കെ അടുപ്പിച്ചിരിപ്പുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് അതൊക്കെ ഞാൻ അകത്തി വെക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. ക്രോസ് ഗർഡറുകളുടെയൊക്കെ പണിയുണ്ട്.
അത് കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് താണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയും ഇവിടത്തെയും നമുക്ക് തൂണുകളിൽ നോക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ ബീം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ബീം എടുത്ത് മാറ്റാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചുട്ടുപഴുത്ത വെയിലുമാണ്. രാവിലെ നല്ല രസമാണ്, ഉച്ചയ്ക്ക് നല്ല രസമല്ല, നല്ല ചൂടാണ് ഇപ്പം. നമ്മൾ കുത്തിയത്തോട് ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഗർഡറുകൾ വെക്കാനായിട്ട് ബാക്കിയുണ്ട്. കുറച്ചൊക്കെ വെച്ചിട്ട് അടുപ്പിച്ചാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനി അകത്തി വെക്കാനൊക്കെ ആയിട്ട് പണികൾ ബാക്കിയിരിക്കുകയാണ്. ക്രോസ് ഗർഡറുകളുടെയൊക്കെ പണി നടക്കാനുണ്ട്. ഇതാണ് നമ്മുടെ കുത്തിയത്തോട് ഭാഗത്തായിട്ട്. നേരത്തെ ഈ ഇടത്തെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ട്. ചില സമയത്ത് ഇവിടെ പണി നടക്കുമ്പം ഇടത് ഭാഗത്തായിട്ടുള്ള ആ റോഡ്, ഇപ്പോൾ കഴിഞ്ഞു പോയ റോഡിൽ കൂടെ താഴ്ച കൂടെയാണ് കടത്തി വിട്ടുന്നത്. ആ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്തായാലും മേളിൽ കൂടാണ് ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുറവൂർ മുതൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞുള്ള പറവൂർ വരെയുള്ള സ്ഥലത്ത് KCC ബിൽക്കോണിൻ്റെ പണി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചേർത്തലയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തോട്ട് പോകുമ്പം നമ്മളെപ്പോഴും പറയാറുള്ള സ്ഥലത്തൊക്കെ ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് 11-ാം മൈൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തെക്കോട്ട് പോകുന്നിടത്ത് മണ്ണൊക്കെ അടിച്ച് നികത്തിയിട്ടുണ്ട്. ഒരുപാട് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ചുമന്ന മണ്ണാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. തുറവൂർ ഭാഗത്ത് ഈ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കുത്തിയത്തോട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ബാരിക്കേഡൊക്കെ എടുത്ത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പണികൾ ഈ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ കുത്തിയത്തോട്. 5 പാർട്ടായിട്ടാണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രോൺ വീഡിയോയിൽ കഴിഞ്ഞ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഡ്രോൺ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ട കുറേ പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്കായിട്ടുള്ള മീഡിയൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടം തൊട്ടങ്ങോട്ട് കുറച്ച് മീഡിയൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നതാണ്. ആ മണ്ണിട്ട് ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് കുറച്ച് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ലെവലായിട്ടാണ് ഡ്രൈനേജിൻ്റെ പണി നടത്തിയിരിക്കുന്നത്. വലതുഭാഗത്ത് നമുക്ക് മീഡിയൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പഴയ റോഡിൽ കൂടിയാണോ പോകുന്നത്? ഒരു ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. കയറി പോവാം. ഇതാണ് നമ്മുടെ കുത്തിയത്തോട് കഴിഞ്ഞിട്ടുള്ള സ്ഥലം. കുത്തിയത്തോട് കഴിഞ്ഞ് ഈ കുടംതുരുത്ത് ഭാഗത്തായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കൽ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുടംതുരുത്ത് കഴിഞ്ഞ് നമ്മളിനി നേരെ ചെമ്മനാട് ഭാഗത്തേക്കാണ് പിന്നെ അടുത്ത് വരുന്നത്. ഇതൊക്കെ കുടംതുരുത്ത് ഭാഗമാണെന്ന് തോന്നുന്നത്. എല്ലാം പൊളിച്ചു മാറ്റി പണിഞ്ഞതോടുകൂടി നമുക്കിപ്പോൾ ഏത് സ്ഥലമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെയൊക്കെ കുറേശ്ശെ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയൻ വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നീല പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഹാഷ് കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കുറച്ച് ദൂരം വരെ നമ്മുടെ ഈ കുത്തിത്തോട് ഭാഗത്ത് കോടംതുരുത്ത് ഭാഗത്തൊക്കെ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നിടത്ത് ഇനി പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരിൽ നിന്ന് ചെയ്ത് തീർക്കാൻ ബാക്കിയുള്ള പണികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 241-ാമത്തെ തൂണാണ്. അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 241-ാമത്തെ തൂണിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടൊക്കെയുള്ള ഇനി കത്തുകളൊക്കെ ഇനി പോസ്റ്റ് ഓഫീസ് വഴി വരുന്നതൊക്കെ ഈ തൂണുകളുടെയൊക്കെ നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. ഇനി എല്ലാവരും ഈ ഒരു പരിസരത്തേക്ക് അഡ്രസ്സൊക്കെ മാറുമ്പം തൂണിൻ്റെ നമ്പർ വെച്ചിട്ടായിരിക്കും എന്നൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് നാളിന് മുമ്പേ ഉള്ള ഒരു വാർത്തയ്ക്കകത്ത് ഉള്ളതായിരുന്നു. കൃത്യമായിട്ട് ഇനി എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ചെമ്മനാട് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗർഡറുകൾ താണ്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നേരെ ഇനി അത്
അരൂര് ഭാഗത്തോട്ട് കൊണ്ടുപോകാനാണ്. ഗർഡറുകൾ ഇനിയും വെക്കാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. തൂണുകളുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 2 എൻഡ് ഭാഗത്തുമായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടത്. ഇതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ചമ്മനാട് ഭാഗത്തായിട്ട് ചമ്മനാടല്ല ചമ്മനാടാണ്. ചമ്മനാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നേരെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുലുങ്ങി പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര നീളമായിരിക്കും. ഒരു 12 കിലോമീറ്റർ നീളത്തിൽ അരൂര് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ വീഡിയോ കാണിക്കുന്നതിന് നമ്മൾ 1.5 മണിക്കൂർ കാണിക്കേണ്ട അവസ്ഥയില്ല. നമുക്കിപ്പം വോയിസ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നതുകൊണ്ട് ഓടിച്ച് വിട്ട് കഴിഞ്ഞാലും കേൾക്കാനൊരു സുമാറ് കാണത്തില്ല. ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. അവിടെ എന്തോ ബാരിക്കേഡുണ്ടെന്ന് തോന്നുന്നു. ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന 2 തൂണുകളുടെ ഇടയ്ക്കായിട്ട് ഇനി ഗർഡറുകൾ വെക്കാനായിട്ട് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് കണ്ട സ്ഥലത്ത് ഒരു ഗർഡർ കൊണ്ടുവന്ന് ചിലപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപകടം നടന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ആയിരുന്നു ഗർഡർ മറിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടത്. ഈ ഗ്യാപ്പുള്ളിടത്ത് ഇനി ഗർഡർ വെക്കാനുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഗർഡർ വെച്ചിട്ടുണ്ട്. ക്രോസ് ഗർഡറിൻ്റെ ഒക്കെ കോൺക്രീറ്റ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. അത് നമുക്ക് അതിനിടയ്ക്ക് കൂടെ നോക്കുമ്പം ആ നിഴലടിക്കുന്നുണ്ട്. വെയിൽ അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും ടോൾ പ്ലാസ വരുന്നതിൻ്റെ കീഴിലായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. ഗർഡറുകൾ ഇനി അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തോട്ട് ഒരെണ്ണം കൂടെ മാറ്റി സ്ഥാപിക്കാനായിട്ട് കാണുന്നുണ്ട്. 2 എണ്ണം അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് മുമ്പോട്ട് വരുമ്പോൾ ഇനി ഗർഡറുകൾ വെക്കാനായിട്ട് ബാക്കിയുണ്ട്. അപ്പം നമുക്കൊരു വണ്ടി പോകാനുള്ള ഒരു വീതി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ളൂ. പ്ലാസയുടെ വരുന്ന ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ഥലം കഴിഞ്ഞു. നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്.
ചെയ്തിട്ടുണ്ട്. അടിയിൽ ആഷ് കളർ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം എരമല്ലൂർ ജംഗ്ഷൻ ആയതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം എരമല്ലൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് ടോൾ പ്ലാസയുടെ ഇത് വരുന്നത്. പോയില്ലെങ്കിൽ വീഡിയോയുടെ നീളം കൂടും. ഇവിടൊക്കെ ഇരുമ്പിന്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ മീഡിയം വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് കുറച്ച് കഴിഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ പണികൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഇടതുഭാഗത്തായിട്ട് ഡ്രൈനേജിന്റെ പണിയൊക്കെ ഇനി പുരോഗമിക്കാനുണ്ട്. ഇവിടെ ഇനി ഇവിടുത്തെ വലത്തേ സൈഡിലുള്ള ഇരുമ്പിന്റെ ബാരിക്കേഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം എനിക്ക് തോന്നിക്കുന്ന ഇടത്തെ സൈഡിൽ ഇനി ഈ ഡ്രൈനേജിന്റെ പണി നടക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഡ്രൈനേജിന്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിന് വീണ്ടും വീതി ഇല്ലാതാവും. അപ്പം പിന്നെ ഇവിടെ എല്ലാം ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞ് കുറച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ വഴികളൊക്കെ ഇടത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ആ വഴി പോകുന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡ്രൈനേജിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിക്കിങ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. എരമല്ലൂർ കഴിഞ്ഞ് നേരെ ഈ പിള്ളമുക്ക് ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളമുക്ക് ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാണ് നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ. ഇവിടെ അപ്പുറത്ത് വലത്തേ സൈഡിൽ ഒരു പഴയ NH റോഡുണ്ട്. പഴയ ചന്ദിരൂർ ഓൾഡ് ബ്രിഡ്ജ് റോഡെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വഴിയാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഈ തൊട്ട് വലത്തേ സൈഡിലാണ് വന്ന് കയറുന്നത്, അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ. അപ്പോൾ ഇവിടെ പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിങ്ങിൻ്റെയൊക്കെ പണി, വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തൂണിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും. പിള്ളമുക്ക് കഴിഞ്ഞേച്ച് നമ്മളിനി നേരെ ചന്ദിരൂർ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ചന്ദിരൂർ ഭാഗത്തെ പണികളൊന്നും നമുക്ക് വണ്ടിയിൽ വരുവാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ആ ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ വലത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എലിവേറ്റഡ് ഹൈവേയുടെ ദൃശ്യങ്ങൾ കാണാമെന്നല്ലാതെ പണികൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള വീഡിയോ എടുക്കുന്നത്. വരുമ്പം അടുത്ത എക്സിറ്റ് പോയിന്റ് അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. എക്സിറ്റ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള തൂണിൻ്റെ മുകളിൽ രണ്ടെണ്ണത്തിനകത്ത് നീല പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അടുത്ത എക്സിറ്റ് പോയിന്റ്. നമ്മൾ തുറവൂര് കഴിഞ്ഞാഴ്ച മുമ്പോട്ട് വരുമ്പോൾ എക്സിറ്റ് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നീല പെയിന്റ് അടിച്ചിരിക്കുന്നത്. നീല പെയിന്റ് അടിച്ചിരിക്കുന്നതിനകത്ത് വീണ്ടും പാച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്.
വലതുവശത്തുകൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. നേരെ ഇപ്പം ഇടതുഭാഗത്തുള്ള പഴയ റോഡിൽ കൂടെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഴയ പാലം ഇവിടെ വലതുഭാഗത്തായിട്ട് കാണാം. ഇതാണ് എക്സിറ്റ് പോയിന്റ്. എക്സിറ്റ് പോയിന്റിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണി കുറച്ചിവിടെ ഇടത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഒരു ചെറിയ വാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. കറക്റ്റ് ഇപ്പം ചന്ദിരൂര് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചന്ദിരൂര് കറക്റ്റ് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ്. അടിമുടി സ്ഥലങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. ക്രോസ് ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു നമ്മൾ ചന്ദരൂര് കഴിഞ്ഞേച്ച് മുമ്പോട്ട് അരൂര് ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പുള്ളിടത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ കാഴ്ചകളൊക്കെ ഇതാണ്. ഇവിടെ കുറച്ച് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ അറുപത് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ മീഡിയൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഈ കാണുന്ന സൈഡിലും അപ്പുറത്തെ സൈഡിലും അവർ ബാരിക്കേഡ് ഉണ്ട് കോൺക്രീറ്റിൻ്റെ. അപ്പം അതിനിടയ്ക്ക് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളുണ്ട്. ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടാറിങ് വർക്കുകൾ കണ്ട് ഇതേപോലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഇതുവഴി കടന്നു പോവാം കുറച്ച് ദൂരം.
എത്തിയിട്ടുണ്ട്. നമ്മൾ അരൂര് ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഡൈവർഷൻ ഉണ്ട്. അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളെ വലത്തോട്ട് കയറ്റിയാണ് വിടുന്നത്. അവിടുന്ന് ഇവിടുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വാഹനങ്ങൾ ഈ ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പം നമ്മൾ അരൂര് ഭാഗത്തോട്ട് അടുക്കുമ്പോൾ ഉള്ളത്. ഇവിടെ കണ്ട വലത്തേ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫൈബർ പോലുള്ള കമ്പിയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കമ്പി, ഇരുമ്പ് കമ്പിയേക്കാൾ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഇടത്തോട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. നമുക്ക് വീണ്ടും ഡൈവർഷൻ വന്നിട്ടുണ്ട് ഇടത്തോട്ട്. ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് തൂണുകളിൽ പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം തൂണിന്റെ നമ്പർ 47-ാമത്തേതാണ് ഇപ്പം വലത്തേ സൈഡിലായിട്ട് കാണുന്നത്. പെയിന്റ് അടിക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ ചെറിയ ഈ സാധനം ഉണ്ടല്ലോ, ക്രെയിനിൻ്റെ ഒക്കെ പേര് മറന്നു പോകും. പലരും കമൻറ്റിനകത്തൂടെ പറഞ്ഞു തരുമെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് തലയ്ക്കകത്തൊന്നും വരത്തില്ല. കാണാതെ എഴുതി പഠിക്കണം. പിന്നെ ഇനി അങ്ങോട്ട് നോക്കുന്നിടത്ത് കണ്ട എത്രത്തോളം ഗ്യാപ്പിൽ പെയിന്റ് അടി ബാക്കി കിടക്കുകയാണ്. ഡ്രൈനേജിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്ത് ഇടത്തെ സൈഡിലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വലത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ബാരിക്കേഡിൻ്റെ ഒരു കോൺക്രീറ്റ് ബാരിക്കേഡിൻ്റെ മീഡിയം വരുന്ന ഭാഗത്തായിട്ട് അവിടെ കുറച്ച് പണി ഇവിടെയും പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഉള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു ടെമ്പിൾ, കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ഇവിടുന്ന് വലത്തോട്ട് റോഡ് കിടപ്പുണ്ട്. അതാണ് നമുക്കിപ്പം ചേർത്തലയിലോട്ട് അരുവക്കുറ്റി പാലം വഴി ചേർത്തലയിലോട്ട് ചെന്ന് എളുപ്പം കയറാൻ പറ്റുന്ന ഒരു റോഡാണ്. നമുക്കിപ്പം ആ ഒരു റോഡ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ എല്ലാം അവിടുന്ന് ഇടത് തിരിഞ്ഞ് ചേർത്തലയിൽ ചെന്ന് കയറാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അരൂര് അടുക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. പിയർ ക്യാപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. ഈ 2-3 തൂണുകളിൽ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം നടക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണി കുറച്ച് നടന്നതേ ഉള്ളൂ. അവർ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പിന്റെ ബീം പിടിപ്പിച്ചതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ വേറെ പണിയൊന്നുമില്ല. ഇവിടെ ഇനി ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട്. ഇടത് ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിന്റെ പണി പുരോഗമിക്കാനുണ്ട്. ഇവിടെയൊക്കെ നമുക്കിപ്പോൾ തറയോട് ഇട്ടിരിക്കുകയാണ് റോഡിൽ. അത് ഇനി കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്ക് ഇനി പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇനി പിന്നെ 4 വരി പാത ഇവിടെ പണിയും. ഇപ്പുറത്ത് 2 വരി, ഇപ്പുറത്ത് 2 വരി. അങ്ങനെ നമ്മൾ തൂണ് നമ്പർ 10-ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം അടുക്കാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ളു. നമ്മൾ എടക്കൊച്ചി ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾക്കുള്ള എക്സിറ്റ് പോയിന്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തൂണാണ് ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ തൂണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇരുമ്പിൻ്റെ ബീം ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പണികൾ ഒരുപാട് പുരോഗമിക്കാനുണ്ട്. ഇനിയും എക്സിറ്റ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഗർഡറുകൾ വെച്ച് ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ തൂണുകളുടെ മുകളിലായിട്ട് കുറച്ച് 2 തൂണുകളുടെയൊക്കെ മുകളിലായിട്ട് ഇനി ഗർഡർ വെക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇപ്പം കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് ഇപ്പം കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ഇവിടെ നമുക്കിപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പണികൾ ബാക്കിയുള്ളതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അരൂര് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലിയൊരു തണലായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. നമ്മളിങ്ങനെ നേരെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇടക്കൊച്ചി ഭാഗത്തോട്ടാണ് പോകുന്നത്.
8:24 ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. പിന്നെ ഇവിടുന്ന് വലത്തോട്ട് അങ്ങോട്ട് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപ്ഡേറ്റ്. അപ്പം ഞാൻ നോക്കട്ടെ, ഒക്കുവാണെങ്കിൽ നമ്മൾ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഡ്രോൺ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. രണ്ടും കൽപ്പിച്ചായിരിക്കും ചെയ്യുന്നത്. ഡ്രോണ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പിന്നെ വീഡിയോ പരിപാടിയൊക്കെ നിർത്തേണ്ടി വരും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കും.